ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ദശമി, ഏകാദശി, ദ്വാദശി ദിനങ്ങളിലായാണ് ഏകാദശിയെ അനുഷ്ഠിക്കേണ്ടത്. ഏകാദശി ഉപവാസത്തിന് ശേഷമോ ലഘുഭക്ഷണത്തിന് ശേഷമോ ദ്വാദശി നാളിൽ നടത്തുന്ന സവിശേഷമായ സദ്യയാണ് ദ്വാദശി സദ്യ. ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ ഇത് വളരെ പ്രശസ്തമാണ്. സാധാരണ സദ്യയിലെ വിഭവങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകുമെങ്കിലും നെല്ലിക്ക, ഇഞ്ചി എന്നിവ സദ്യയിൽ ഉൾപ്പെടുത്തുന്നു. ദ്വാദശിക്കായ അല്ലെങ്കിൽ നെല്ലിക്ക ദ്വാദശി ദിവസം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് ഭഗവാനോടുള്ള നന്ദിയും ഭക്തിയും പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ദ്വാദശി സദ്യ നടത്തുന്നത്. ഇന്ന് ഞാനൊരു കുഞ്ഞു ദ്വാദശി സദ്യ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വെറും ഭക്ഷണമല്ല, വ്രതം പൂർത്തിയാക്കുന്ന ആത്മീയമായ ഒരു ചടങ്ങാണ്. ഉള്ളി, വെളുത്തുള്ളി എന്നിവ ഒഴിവാക്കി സ്വാത്വികമായ ഭക്ഷണം വേണം കഴിക്കാൻ. എല്ലാവർക്കും ദ്വാദശിയോടൊപ്പം പ്രദോഷ ദിനാശംസകൾ. രാധേശ്യാം.